ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ന്യൂ വ്ളോഗ്. ഇന്നത്തെ വ്ളോഗ് എന്ന് വെച്ചാൽ ഞാൻ സാരി ഉടുക്കാറുണ്ട്, പക്ഷേ എനിക്ക് സ്വയം സാരി ഉടുക്കാൻ അറിയത്തില്ല. അപ്പോൾ ഞാൻ ഇന്ന് സാരി ഒന്ന് സ്വന്തമായിട്ട് ട്രൈ ചെയ്ത് ഉടുക്കാൻ പോയി. എനിക്ക് ആകെ മൊത്തം 4 സാരി ഉണ്ട്. അപ്പോൾ അതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സാരിയാണ് ഞാൻ ചൂസ് ചെയ്ത് ഉടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നിങ്ങൾക്കൊക്കെ സാരി ഉടുക്കാൻ അറിയാവുന്ന ഗേൾസ് ആയിരിക്കും കൂടുതലും, എന്നെപ്പോലെ അറിയാത്തവരും കാണുമല്ലോ. അപ്പോൾ ഞാൻ ഇന്നൊന്ന് സാരി ട്രൈ ചെയ്ത് ഉടുക്കാൻ പോവാണ്. എത്ര പെർഫെക്റ്റ് ആവുമെന്ന് എനിക്കറിയില്ല. ഞാൻ ഇതുവരെ തന്നെ സാരി ഉടുത്തിട്ടുണ്ട്, എനിക്ക് ആരെങ്കിലും ഉടുത്ത് തരാറില്ല. അപ്പോൾ ഞാൻ ഇന്നൊന്ന് ട്രൈ ചെയ്യാൻ പോവാണ്, തന്നെ സാരി ഉടുത്ത് നോക്കാൻ പോയിട്ട് ന്യൂ വ്ളോഗാണ്. ഓക്കെ ബൈ. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് എൻ്റെ സാരി. ഈ 3 സാരി, പിന്നെ ഒരെണ്ണം വന്നിട്ട് സെറ്റ് സാരി. അപ്പോൾ ഞാൻ ഇതിൽ ഒരു സാരിയാണ് ഞാൻ ഇന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത്. നമ്മൾ സെറ്റ് സാരി ഉടുക്കാതെ നമുക്കത് ഉടുക്കാൻ വേണ്ടി ഭയങ്കര ടഫ് ആണെങ്കിൽ ഉടുക്കാൻ പറ്റത്തില്ല. ഇതാകുമ്പോൾ സിമ്പിളാണ്, പക്ഷേ ഇത് കുറച്ച് പാടാണ്. ഇതും കുറച്ച് എനിക്ക് ഇത് അയണൊക്കെ ചെയ്ത് നല്ല സെറ്റായിട്ട് എനിക്ക് ഉടുത്താൽ ഒരു ഭംഗി വരത്തുള്ളൂ. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കളറാണ് സാരിയാണ് ഇതെനിക്ക് സിമ്പിളാണ് ഉടുക്കാൻ. ഇത് ഞാൻ ഫസ്റ്റ് മേടിച്ച സാരിയാണ്. ഇത് ഞാൻ ഒരുപാട് വീഡിയോസിലൊക്കെ ഈ സാരി ഉടുത്ത് നോക്കിയിട്ടുണ്ട്, വീഡിയോസും ഫോട്ടോസും ഉണ്ട്. എനിക്ക് ഈ സാരി ഇഷ്ടമാണ്. ഇതിൻ്റെ ഉടുക്കാൻ സിമ്പിളാണ് ഗൈസ്. പിന്നെ വന്നിട്ട് ഇതിൻ്റെ കളറും ഇതിനകത്ത് മൊത്തം സീക്വൻസ് ഒക്കെയാണ്. ഇതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട സാരിയാണ്. നല്ല കളറാണ്, അടിപൊളി സൂപ്പർ കളറാണ് എടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ ഇതിൽ ഏത് ഉടുക്കണം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഗൈസ്, ഞാൻ ഫസ്റ്റ് എടുക്കാൻ പോകുന്ന സാരി ഈ ഫസ്റ്റ് സാരിയാണ്. ഇതാണ് ഞാൻ ഫസ്റ്റ് ആയിട്ട് എടുത്ത സാരി, ഫസ്റ്റ് ആയിട്ട് മേടിച്ച സാരി. ഈ സാരി ഞാൻ ഫസ്റ്റ് ട്രൈ ചെയ്യാൻ പോകുന്നത്. ജസ്റ്റ് ഇതെനിക്ക് ഉടുക്കാൻ ഭയങ്കര പാടാണ്, ഉടുത്താലിട്ടും ശരിയാവത്തില്ല. ഇതും അതുപോലെ തന്നെ ഇത് നന്നായിട്ട് അയൺ ചെയ്യണം. പക്ഷേ ഇത് 3 ട്രൈ ചെയ്യാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് ട്രൈ ചെയ്യാൻ പോകുന്നത് ഇതാണ്. ഞാൻ സാരി തന്നെ ഇതൊരു ഉടുത്തിട്ടില്ല. അപ്പോൾ ഞാനിന്ന് കുറേ വീഡിയോസൊക്കെ കണ്ട് തന്നെ ഒന്ന് ഉടുക്കാൻ ശ്രമിച്ച് നോക്കണം. അപ്പോൾ നമുക്ക് കൊടുത്തേക്കാൻ പറ്റും ഗൈസ്. ഈ സാരിയാണ് ഞാൻ ട്രൈ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇത് സോഫ്റ്റ് ആയതുകൊണ്ട് ഇത് ഉടുക്കാൻ നമുക്ക് പറ്റും. മറ്റൊക്കെ ഭയങ്കര പാടാണ് ഉടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ സാരി ട്രൈ ചെയ്യാം. ഇതാണ് ഞാൻ ഉടുക്കാൻ പോകുന്ന സാരി. അപ്പോൾ ഇത് ഞാൻ ട്രൈ ചെയ്യാൻ പോവാണ്. എനിക്ക് ഉടുക്കാനൊന്നും അറിയത്തില്ല. അപ്പോൾ നമ്മൾ ഒരു രീതിയിൽ അങ്ങോട്ട് ഉടുക്കുവാണ്. അങ്ങനെ ആയിരിക്കാം. ഇനി ഇവിടെ നിന്ന് എന്തൊക്കെയോ എടുക്കാനുണ്ട്. വൃത്തിയായിട്ടൊക്കെ ഉടുക്കാൻ ഇതിപ്പോൾ സ്ത്രീ ഉടുക്കുന്നതാണ്. ഓക്കെ, ഇപ്പോൾ നമ്മളങ്ങനെ ഉടുക്കാറില്ലല്ലോ. അപ്പം ഞാൻ പോകുന്നു. പ്ലീറ്റ് ഒന്നും വന്നില്ല. ഗൈസ്, ഞാൻ സാരി എടുത്ത് മടുത്ത് ഗൈസ്. പിന്നെ ഇത് ഫിനിഷ് ആയില്ല, ചൂട് കാണണം. ഒരു ലക്ഷം നമുക്ക് മുട്ടിയൊക്കെ വാട് വെച്ച് കിട്ടി വെച്ചിട്ട് നമുക്ക് റെഡിയാക്കും. ഇത് കണ്ടോ ആകെ ഞാൻ തുടങ്ങില്ല. വീണ്ടും ഒന്നുകൂടി ഒന്ന് റെഡിയാക്കിയിട്ട് നോക്കാം, സെറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ കണ്ടോ ഇങ്ങനെ വെക്കണം. ഞാൻ ഫസ്റ്റ് ആയിട്ടാണ് സാരി എടുക്കുന്നത്. ഞാൻ കണ്ട് പഠിച്ചത്. അപ്പോൾ ഇത് നമുക്ക് വിരിച്ചെടുക്കാം. ഫസ്റ്റ് ഇങ്ങനെ ഗൈസ് പ്ലീറ്റ് ഞാൻ ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയാണ് ചിലപ്പോൾ നമ്മൾ ട്രൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്ര പ്ലീറ്റ് അത് ഞാനിങ്ങനെ താഴ്ത്തി പിടിച്ചിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് ഇത് ഉടുക്കുന്നതുകൊണ്ട് ഞാൻ ആദ്യം വെക്കാൻ വേണ്ടി. അപ്പോൾ ഇതാണ് ഇതെടുത്ത് ഇങ്ങോട്ട് വയ്ക്കും. ഇനി ഉടുപ്പിച്ച് തന്നിട്ട് എനിക്ക് അറിയാമെന്ന് വെച്ചപ്പോൾ ഇത് കേട്ടോ, ഇത് ഇങ്ങോട്ട് വയ്ക്കും. എന്നിട്ട് ഇതെടുത്ത് നമ്മൾ അടിയിലോട്ട് വയ്ക്കും. ഇത് താഴത്തെ കയ്യിൽ പിടിച്ചിട്ടുണ്ട്. നമ്മൾ ഉടുത്തുകൊണ്ട് ഇവിടെയൊക്കെ റെഡിയാക്കാൻ വേണ്ടിയുണ്ട്. ഇവിടെ ഞാൻ അത്ര ശരിയായിട്ടില്ല, അതൊക്കെ റെഡിയാക്കണം. ഇത് ഞാൻ ഇത്രയും തന്നെ ഉടുത്തത് ആദ്യമായിട്ട് ഇങ്ങനെ ഉടുക്കുന്നത്. ഞാൻ ഇതന്നെ ഉടുപ്പിച്ച് കണ്ടൊരു ഇവിടെ സ്റ്റിച്ച് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഈ ഭാഗം റെഡിയാകാനുണ്ട്. ഇവിടെ എന്തൊക്കെയോ പരിപാടി ഇങ്ങനെ അന്ന് ശരിക്കും ഇതിപ്പോൾ വാഴ വെച്ചെടുത്തിട്ട് അഴിച്ചിടാനാണെങ്കിൽ അറിയത്തില്ല. ഓക്കെയാണ്, അഴിച്ചിടാനാണെങ്കിൽ ഇങ്ങനെ സാരി അടിച്ചിട്ട് പോകും ഗൈസ്. അപ്പോൾ ഞാൻ ഫൈനലി ഉടുത്തത് ഇങ്ങനെ കൊടുത്തത് വലിയ കുഴപ്പമില്ല. ഇങ്ങനെ സാരി അഴിച്ചിട്ട് പോകാനാണെങ്കിൽ ഓക്കെയാണ്. പക്ഷേ പ്ലീറ്റ് കൊടുക്കാൻ അറിയത്തില്ല, ഇവിടെ എടുക്കാൻ അറിയത്തില്ല. അത് നമ്മൾ അയൺ ചെയ്തൊക്കെ വെച്ചാലേ റെഡി ആകത്തുള്ളൂ. ഞാൻ അടുത്ത് റെഡി ആയിട്ടില്ല. നമ്മുടെ ഫൈനൽ ലുക്ക് വന്നിട്ട് ഇതാണ്. പക്ഷേ ഇവിടെയൊക്കെ റെഡി ആകാൻ വേണ്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് ആദ്യം ഫസ്റ്റ് ടൈം ആണ് ഉടുക്കുന്നത് തനിയെ. അപ്പോൾ ഈ സാരി ഒന്നും ഞാനിപ്പോൾ ഉടുക്കുന്നില്ല. എനിക്ക് ഭയങ്കര പാടാണ്. ഫ്രണ്ട്സ്, ഞാൻ സാരി ഉടുത്തത് അത്രയ്ക്ക് ഭയങ്കര സെറ്റായിട്ടില്ലെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം, ഓക്കെയാണ്. എനിക്ക് സാരി ഉടുക്കാൻ അറിയത്തില്ല. അപ്പോൾ ഞാൻ വാരി വലിച്ചൊക്കെയാണ് സാരി ഇപ്പോൾ ഉടുത്ത് വെച്ചേക്കുന്നത്. ഇങ്ങനെ അഴിച്ചിടുവാണെങ്കിൽ ഓക്കെയാണ്. കാരണം ഇവിടെയൊക്കെ കണ്ടോ, ഇവിടെയൊക്കെ ഞാൻ ഒരുവിധം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഗൈസ്, ഞാൻ സാരി ഉടുത്തത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം എനിക്കങ്ങനെ ഞാൻ പ്രൊഫഷണൽ സാരി ഉടുക്കുന്ന ആളൊന്നുമല്ല. അപ്പം ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഫങ്ഷൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ സാരി ഉടുക്കാറുള്ളൂ. അതും ആരെങ്കിലും ഉടുപ്പിച്ച് തന്നാൽ മാത്രമേ നമ്മളിങ്ങനെയൊക്കെ ഉടുക്കാറുള്ളൂ. അപ്പോൾ ഇത് ഞാൻ ട്രൈ ചെയ്തതാണ്. നമ്മൾ ഉടുത്ത് തരുമ്പോൾ നമ്മളത് കാണുമല്ലോ. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ സാരി ഉടുത്തത്. അപ്പോൾ ഇതെനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സാരിയാണ്. ഈ കളറും എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. അപ്പോൾ എനിക്ക് 2-3 സാരി ഉണ്ട്. അതെനിക്ക് ഉടുക്കാൻ ഭയങ്കര ടഫാണ്. അതുകൊണ്ട് ഞാൻ ഉടുക്കുന്നില്ല. എന്നെപ്പോലെ സാരി ഉടുക്കാൻ അറിയാത്ത ഒത്തിരി ഗേൾസ് കാണും. കാരണം ആരെങ്കിലും ഉടുത്ത് തന്നാൽ മാത്രമേ നമുക്ക് സാരി ഉടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് അവിടെ ഇവിടെയൊക്കെ പെർഫെക്റ്റ് ആവത്തില്ല. ഇവിടെ കാണും അവിടെ കാണും, ജസ്റ്റ് ഊരി വരെ പോകും. എല്ലാം വേറെ നമുക്ക് ആരെങ്കിലും ഉടുത്ത് തരില്ല. ഇപ്പം ഞാൻ ട്രൈ ചെയ്തുകൊണ്ട്
ഉടുക്കാൻ വേണ്ടി ട്രൈ ചെയ്തതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വ്ളോഗുമായിട്ട് നെക്സ്റ്റ് ടൈം കാണാം. ബൈ ബൈ, സീ യു.